തയ്ക്കുന്നവർക്ക് ബിഗിനേഴ്സിന് ഉപകാരമുള്ളൊരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഒരു ടിപ്പല്ല കുറേ ടിപ്പുണ്ട്. അപ്പം നമ്മൾ കുർത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്യാൻവാസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാൻവാസിൻ്റെ നീളം 10 ഇഞ്ച്, വീതി 8.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇതിൽ ഒരു ടിപ്പല്ല 3-4 ടിപ്സ് കാണിക്കുന്നുണ്ട്, ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് മടക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ. അതിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗം ക്യാൻവാസിൻ്റെ ഉൾവശത്താണ് വരേണ്ടത്. നടുവേ മടക്കിയ ശേഷം ഒരു 3 ഇഞ്ച് കഴുത്തിൻ്റെ അകലം എടുക്കുക. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് എത്ര 5.5 വേണമെങ്കിൽ 5.5, 6 വേണമെങ്കിൽ 6, എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ബോർഡറിന് 1 ഇഞ്ച് കൂടി അടുത്ത് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 ഇഞ്ച് ബോർഡറിന് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് 6 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ 6 ഇഞ്ച് കൊടുത്തില്ല, അതിൽ നിന്നും വീണ്ടും കഴുത്തിൻ്റെ അകലം, അതായത് മേൽവശത്ത് നമ്മൾ 3 ഇഞ്ചല്ലേ എടുത്തത്, സെയിം തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഒരു 3 ഇഞ്ച് നമ്മൾ എടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു സ്കെയിൽ കൊണ്ട് ബോക്സ് പോലെ വരയ്ക്കാം. അപ്പോൾ ഇതിൽ കുറേ ടിപ്സുകളുണ്ട്, പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കാണിക്കുന്നത്. നൈറ്റിക്കൊക്കെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു, പണ്ട് ചുരിദാറിന് ഇപ്പം നൈറ്റിക്കും ഉപയോഗിക്കുന്ന ആണ് നമ്മൾ ക്യാൻവാസ് നെക്കുകളൊക്കെ. അപ്പോൾ നമ്മളിതിങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കർവ് കിട്ടാനായിട്ട്, അപ്പോൾ നമുക്ക് എന്ത് കർവ് കിട്ടാനായിട്ട് ചെയ്യണ്ട, ഇതുപോലൊരു തവി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മളിതിന് മുന്നേ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത് കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കർവ് എടുക്കാം. അല്ലെങ്കിൽ ഫ്രഞ്ച്, ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഫ്രഞ്ച് കർവ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രഞ്ച് കർവ് ഉണ്ട്, പക്ഷേ വീട്ടിൽ ചെയ്യുന്നവരുടെ കയ്യിലൊന്നും ഫ്രഞ്ച് കർവ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് കണ്ടത് ഇതുപോലെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുക. അല്ലെങ്കിൽ വല്ല പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ ബോട്ടിലിൻ്റെ മൂടിയോ എന്തെങ്കിലും എടുക്കുക കേട്ടോ. എന്നിട്ട് ചുറ്റും ഒരു ഇഞ്ച് വെച്ച് നമ്മൾ ചുറ്റും ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇതാക്കി എടുക്കാം. ഓക്കെ, കണ്ടോ, ഇവിടെയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വരുന്നുണ്ട് ബോർഡറിന്. കണ്ടോ, ആ ഒരു കർവ് കിട്ടാത്ത സമയങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഫസ്റ്റത്തെ ടിപ്പ് ഇതാണ്. ഇനി നമ്മൾ ഈ ക്യാൻവാസ് എപ്പോഴും നമ്മൾ തുണിയിൽ വെക്കുമ്പോൾ കഴുത്ത് അകലാതിരിക്കാനായിട്ട് ഇത് കണ്ടോ, അതെ ഇതുപോലൊരു ബ്രിഡ്ജ് നെക്ക് കൊടുക്കുക. അത് കണ്ടോ, അതെ ക്യാൻവാസിൽ ബ്രിഡ്ജ് ആയിട്ട് ഇങ്ങനെ നടുക്ക് ഇങ്ങനെ നിർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്താണെന്നറിയോ, ഇത് തുണിയിൽ ഒട്ടിക്കുമ്പോൾ കഴുത്തിൻ്റെ അകലം കൂടില്ല, കറക്റ്റായിട്ട് നിൽക്കുന്നതേ കണ്ടോ. ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ കട്ട് പീസ് ഏതാണോ നമുക്ക് അതിൽ ബാലൻസ് തുണിയിൽ നമ്മൾ ഇതുപോലെ വെച്ച ശേഷം കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കുക. ക്യാൻവാസിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ഭാഗമാണ് തുണിയുടെ മേലെ വെക്കേണ്ടത്, ബോർഡർ കൊടുക്കുന്ന തുണിയുടെ. എന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു തുണി നമ്മൾ വെച്ചിട്ട് വേണം അയൺ ചെയ്യാനായിട്ട്. ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മൾ വെക്കരുത്. 3ാമത്തെ ടിപ്പാണത്. കണ്ടോ, ഒരിക്കലും ഡയറക്റ്റ് ആക്കിയിട്ട് വെക്കരുത്. പെട്ടെന്ന് ചില ക്യാൻവാസ് പെട്ടെന്ന് അങ്ങ് ചുരുങ്ങിപ്പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണം എന്നറിയോ, ക്യാൻവാസ് ഒട്ടും തന്നെ വിട്ടു പോവില്ല, ചുരുങ്ങിയും പോവില്ല, നന്നായിട്ട് നിൽക്കും കേട്ടോ. ചുരുങ്ങാണ്ട് നമുക്ക് കിട്ടുന്നത് കണ്ടോ. കറക്റ്റ് 4 ഇഞ്ച് ഞാൻ നിർത്തിയിട്ടാണ് ഇതാക്കിയത്. അതിനുശേഷം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബോർഡർ അടിക്കുന്നതിന് മുന്നേ തന്നെ കണ്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മളൊന്ന് മടക്കി അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് പതിച്ച് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തയ്ക്കാതെ നമുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ തയ്ക്കുന്നുണ്ട്, കാരണം എനിക്ക് ടേബിൾ ടോപ്പ് മെഷീനിലാണ് തയ്ക്കാതെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ അയൺ ബോക്സ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബോർഡർ കിട്ടി കഴിഞ്ഞു, മടക്കി കഴിഞ്ഞപ്പോൾ കണ്ടോ. അപ്പോൾ ഇത് 4ാമത്തെ ടിപ്പ്. 5ാമത്തെ ടിപ്പ് ഇത് കണ്ടോ, മേൽവശത്ത് നമ്മളൊന്ന് ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് നെക്ക് നല്ല സ്റ്റിഫ്, നമുക്ക് സ്ട്രോങ് ആയി തെന്നാതെ ഇരിക്കും. അതിനുശേഷം നമ്മൾ ഓൾറെഡി മടക്കി വെച്ചല്ലോ, അതിന് നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ക്യാൻവാസിനോട് ചേർത്ത് വെച്ച് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ടാണെങ്കിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. നല്ല ഫാബ്രിക് ഗ്ലൂ, വൈറ്റ് ഗ്ലൂ ആണെങ്കിൽ നമുക്ക് ധാരാളം മതി, ഒട്ടും തന്നെ പുറത്തതിൻ്റെ പാടറിയത്തില്ല. അങ്ങനെയും ചെയ്തെടുക്കാം. അല്ലാത്തവർക്ക് ഇങ്ങനെ നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ചേർത്ത് വെച്ചൊന്ന് അടിക്കത് ബോർഡർ നെക്കാണ്. അപ്പോൾ ബോർഡറിന് 1 ഇഞ്ച് നമ്മൾ എടുത്തല്ലോ. അപ്പോൾ ഇതുപോലെ എടുക്കാം. ഇനി നമ്മൾ നൈറ്റിയുടെ ഉൾവശത്ത്, അല്ലെങ്കിൽ കുർത്തിയുടെ ഉൾവശത്ത്, കുർത്തിയാണോ നൈറ്റിയാണോ ഏതാണെങ്കിലും അതിൻ്റെ ഉൾവശത്ത്, തുണിയുടെ ഉൾവശത്ത് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് നടുക്കി വെച്ചിട്ട് ആ ഒരു നെക്ക് ക്യാൻവാസിൻ്റെ ആ ഒരു തുമ്പിനോട് ചേർന്ന് തന്നെ അടിക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ക്യാൻവാസിൽ നിന്നും 4 ഇഞ്ച് തുണി ഉള്ളിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക. കണ്ടതേ നോക്കിക്കാൻ ഞാൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ആ തയ്യൽ തട്ടാതെ ചുറ്റും കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് നല്ല വശത്തേക്ക് തേച്ച്, ഇത് ബോർഡറായിട്ട് ഞാൻ സെയിം തുണിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം നെക്കിലൊരു ഇതുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടൊരു നെക്കാണ്. ഓക്കെ, ഇനി നമുക്കിതിനെ നല്ല വശത്തേക്ക് തിരിച്ചിടാം. ഓക്കെ, എന്നിട്ട് നമുക്ക്
കഴുത്തിൻ്റെ തുമ്പുവശത്തൊന്ന് അടിച്ചു കൊടുക്കണം. ഓക്കെ, അല്ലെങ്കിലും അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴുത്തിൻ്റെ തുമ്പുവശത്തെ തയ്യൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. കാരണം എപ്പോഴെപ്പോഴും നമ്മളിപ്പോൾ തയ്ക്കുന്നവർ ഇലക്ട്രിസിറ്റി ഇങ്ങനെ ഓണാക്കി ഇട്ട് കഴിയുമ്പോൾ മാസാവസാനം വരുമ്പോൾ ഒരു ബില്ലങ്ങ് വരും അല്ലേ. അപ്പോൾ ഇത് വേണ്ട. അപ്പോൾ ബ്രിഡ്ജ് നെക്കിൽ ഇങ്ങനെ ബ്രിഡ്ജ് ഇതുപോലെ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എളുപ്പമാണ് നെക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയില്ലേ. ഇനി ശരിക്കും പറഞ്ഞാൽ 2.5 ഇഞ്ച് വീതിയുള്ള തുണി എടുത്തിട്ട് ഞാൻ സൈഡൊന്ന് മടക്കി അടിച്ചിട്ട്, അപ്പോൾ 2.25 കേട്ടോ. അപ്പോൾ മടക്കി അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഈ ഒരു തുണി ഞാൻ ബോർഡർ നമ്മൾ നെക്കിൽ ആ ഒരു ബോർഡറിൻ്റെ ഇങ്ങനെ വെച്ച ശേഷം അതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ചിട്ട് പ്ലീറ്റ് അല്ലെങ്കിൽ ചുരുക്ക് കൊടുക്കാം, ഗ്യാതറിങ് കൊടുക്കാം. ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഒന്നില്ലെങ്കിൽ പ്ലീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ഗ്യാതറിങ് കൊടുക്കാം. ചുരുക്കം, ഓക്കെ, ചുരുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ആ തുണിക്ക് പ്ലീറ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പ്ലീറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡർ പൊക്കി വെച്ച ശേഷം നമ്മൾ ഓരോരോ പ്ലീറ്റ് എടുത്തിട്ട് ആ ഒരു ബോർഡറിന് അതിൻ്റെ മേലെ വയ്ക്കുക, പ്ലീറ്റിൻ്റെ മേലെ വയ്ക്കുക, അടിച്ചു കൊടുക്കുക തുമ്പുവശത്ത് കേട്ടോ. നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫാബ്രിക്കിൽ ചെയ്യുമ്പോൾ ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബോർഡർ പ്ലെയിൻ കളർ ഇട്ടതും ഡിസൈന് വർക്ക് ഉള്ള തുണി ഡാർക്ക് നല്ലൊരു കോൺട്രാസ്റ്റ് കളർ ഇട്ടിരിക്കുന്നത് കണ്ടോ. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു 4-5 ടിപ്സ് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ നല്ല കർവ് ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് കർവ് എടുക്കുക. ഇത് കണ്ടോ, അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഈ നെക്ക് കണ്ടോ. ഈ പ്ലീറ്റുകൾ ഈ സൈഡിൽ അറിയുന്നില്ല, പക്ഷേ പ്ലീറ്റ് ഉണ്ട് കേട്ടോ. അത് ക്യാമറയുടെ ആംഗിൾ കൊണ്ടാണ് അറിയാത്തത്. അപ്പോൾ അതേ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നോക്കിക്കാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ബോർഡറിൻ്റെ കട്ടിയൊക്കെ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എല്ലാം പ്ലീറ്റ് നമ്മളിട്ട് ശരിക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമാക്കി ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് ഇപ്പം നൈറ്റിക്കാണ് ഇങ്ങനത്തെ ഡിസൈനുകൾ കൂടുതൽ വരുന്നത്. പണ്ട് കുർത്തിക്കായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം നൈറ്റിക്കാണ് ഇതുപോലത്തെ ഡിസൈൻ വരുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയ ടിപ്പാണെന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം. എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല മോഡൽസ് ഇറക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ നിന്നും ആളുകൾ വാങ്ങിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ. നൈറ്റീസ് ആണെങ്കിലും ശരി, കുർത്തീസ് ആണെങ്കിലും ശരി. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരാം ഫ്രണ്ട്സ്. താങ്ക് യു.